ട്രെയിനിലെ AC കോച്ചുകളിൽ നിന്ന് മോഷണം പതിവാകുകയാണ്. വെറും പോക്കറ്റടി മാത്രമല്ല, റെയിൽവേയുടെ സാധനങ്ങളാണ് മോഷണം പോകുന്നത് എന്നതും വളരെ പ്രധാനമാകുന്നു. എന്തൊക്കെയാണ് മോഷണം പോയതെന്നും റെയിൽവേയുടെ നടപടികൾ എന്തൊക്കെയാണ് എന്നും അഷ്ടമി ഷാജൻ വിശദീകരിക്കും. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാഗും മൊബൈലും സൂക്ഷിക്കണമെന്ന് റെയിൽവേ അനൗൺസ്മെന്റ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ റെയിൽവേ പറയുന്നത് മറ്റൊരു കാര്യമാണ്. യാത്രക്കാർ സ്വന്തം സാധനങ്ങൾ മാത്രമല്ല, റെയിൽവേയുടെ സാധനങ്ങളും കൂടി സൂക്ഷിക്കണമെന്ന്. ഡിവിഷനിൽ മാത്രം 2024 ഡിസംബർ മുതൽ 2025 നവംബർ വരെയുള്ള ഒരു വർഷത്തിനിടെ 8.7 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് മോഷണം പോയത്. മോഷണം പോയ സാധനങ്ങളുടെ ലിസ്റ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 1629 ബെഡ്ഷീറ്റുകൾ, 335 പില്ലോ കവറുകൾ, 138 തലയിണകൾ എന്നിവയ്ക്കൊപ്പം റെയിൽവേയുടെ 11,570 ഫേസ് ടവലുകളും യാത്രക്കാർ അടിച്ചുമാറ്റി. ബാത്റൂമിലെ ടാപ്പുകളും മഗ്ഗുകളും ഫയർ എക്സ്റ്റിംഗ്വിഷനുകളും വരെ കടത്തിയവയുടെ കൂട്ടത്തിലുണ്ട്. സമാനമായ സാഹചര്യം തന്നെയാണ് തിരുച്ചിറപ്പള്ളി, ചെന്നൈ, സേലം ഡിവിഷനുകളിലും ഉള്ളത്. തിരുച്ചിറപ്പള്ളി ഡിവിഷനിൽ 17 ലക്ഷം രൂപയുടെ നഷ്ടമാണ് മെക്കാനിക്കൽ വിഭാഗം കണക്കാക്കുന്നത്. ഇത്തരത്തിൽ സാധനങ്ങൾ കടത്തുന്നത് വെറും ഒരു തമാശയല്ല. റെയിൽവേ പ്രോപ്പർട്ടി ആക്ട് പ്രകാരം 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. സേലം ഡിവിഷനിൽ ടാപ്പുകൾ മോഷ്ടിച്ച കുറ്റത്തിന് 129 ദിവസവും 162 ദിവസവും വരെ തടവ് ശിക്ഷ ലഭിച്ചവരുണ്ട്. കരാറുകാർക്ക് നൽകുന്ന തുണികൾ നഷ്ടപ്പെട്ടാൽ അതിന്റെ തുക അവരുടെ ബില്ലിൽ നിന്ന് ഈടാക്കാനാണ് നിലവിൽ റെയിൽവേയുടെ തീരുമാനം. മോഷണം തടയാൻ യാർഡുകളിൽ പരിശോധനയും RPF നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് റെയിൽവേ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത്. അത് മോഷ്ടിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. മാത്രമല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതുമല്ല. അടുത്ത തവണ AC കോച്ചിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഓർക്കുക, നിങ്ങൾ കൊണ്ടുപോകുന്ന ആ പ്രോപ്പർട്ടി ഒരുപക്ഷെ നിങ്ങളെ ജയിലിൽ എത്തിച്ചിരിക്കും.